പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കൊറേ കാലത്തിന് ശേഷം നമ്മളെന്താ കണ്ടത് ലാസ്റ്റ്? ബാബ കൊറേ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? എന്താ കയ്യമിട്ടിക്കണ് നോക്കട്ടെ, സ്ക്രീനിൽ കാണിച്ചു കൊടുക്ക്. മൈലാഞ്ചി ഇട്ടിക്കണ്. നല്ല മൈലാഞ്ചി ഡിസൈനുകൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏരിയൽ ഷെയ്ഡ്സ് എന്ന പേജ് ഉണ്ട്. AIRIAL പിന്നെ ഷെയ്ഡ്സ്, ഏരിയൽ ഷെയ്ഡ്സ്. നമ്മളെ സ്വന്തം പരിപാടിയാണ്. അതിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ആ പേജിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഒരു റിപ്ലൈ തരും. അടിപൊളിയിട്ട് മെഹന്തി തരും. അപ്പം മെഹന്തിൻ്റെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി വന്നല്ലോ. അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒക്ടോബർ 1, നാളെ ഇവിടുന്ന് കാശ്മീർക്ക് പോകും. അപ്പോൾ അങ്ങനെ വീട്ടിൽ കുറേ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വന്നതാണ്. അതായത് ഇപ്പോൾ ഞാൻ കാശ്മീർ ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഡൽഹിയിൽ ഒരാഴ്ച നിന്ന് പിന്നെ അവിടെ നേരെ മേഘാലയ പോയി. മേഘാലയയിൽ നിന്ന് നേരെ മേഘാലയല്ല, ആസാം വന്നു. ആസാമിൽ നിന്ന് മേഘാലയ പോയി. മേഘാലയയിൽ നിന്ന് കൊണ്ടു ആസാമിൽ 2 ദിവസം നിന്നിട്ട് അവിടെ നേരെ നാട്ടിലേക്ക് വന്നു. നാട്ടിലിപ്പോൾ 27-ാം തീയതി വന്നാണ്. കേരളത്തിൽ ട്രിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ആ ട്രിപ്പ് കുറച്ച് അതിൻ്റെ വീഡിയോസ് വരാനുണ്ട്, വ്ളോഗുകൾ. അപ്പോൾ അത് ട്രിപ്പ് കഴിഞ്ഞാണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് എത്തിയാണെങ്കിൽ ഇപ്പോൾ നാളെ ഇവിടുന്ന് പോകും. അപ്പോഴാണ് എൻ്റെ പാത്തുമ്മയെ ഞാൻ കണ്ടത്. പാത്തുമ്മ പറയാം, എന്താ വർത്താനം? പറയേ, ഉക്കുളൊക്കെ എങ്ങനെ പോണ്? ഉണ്ടോ? എന്താണ് പല്ലുമ്മേ ലിപ്സ്റ്റിക് ചേച്ചി? നാമോശി എങ്ങനെയൊക്കെ പയന തൊള്ളിയിലിട്ടല്ലേ, വായിലിട്ടിട്ട്? പിന്നെ മാമു ചായ അടിച്ചോ? പാത്തുമ്മ കുറേ ചോറ് കഴിച്ചും കുറേ ചായ കുടിച്ചും. നല്ല കുട്ടിയാണ് അല്ലേ? ചോറ് കഴിച്ചില്ല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇനി ചോറ് കഴിച്ചിട്ടുണ്ടോ കുറേ? ഓക്കെ. വേറെന്താ വർത്താനം? പുതിയ പാട്ടുണ്ടോ? ഒരു പാട്ട് പാടിത്തരാം. ഓക്കെ. ആലന്തിന് സെന്ത അല്ലയാലന്തിന് സെന്ത സെന്ത ആലന്തിന് സെന്ത ഓ തരമാസന്തിന് സെന്ത സെന്ത. ഇത് ലോകഗീത പാട്ടാ? ഇജാരാണ് പേരെന്താ? ചന്ദ്ര. യെസ്, ദിസ് ഈസ് മൈ ചന്ദ്ര. പല്ലോടെ അങ്ങനെ കടിച്ച പാവന കടിച്ച കടിച്ചാ മതി. ചന്ദ്രന് ഫുള്ള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഈ BGM ഇടുക. നിങ്ങളെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ ഫുള്ള്. ഇപ്പം നമ്മളൊക്കെ മൈഡിയർ ഇപ്പം എൻ്റെ ഒക്കെ ഇതിൽ മറ്റേതേനു എന്താ ഒരു കുട്ടി, ഒരു ചങ്ങായി വലിയ മനുഷ്യനാവും, ഒരു മരുന്ന് കുടിച്ചാണ്. അങ്ങനെ സിനിമ ഉണ്ടായില്ലേ നമ്മളെ ടൈഗറൊക്കെ അഭിനയിച്ചേ? പോട്ടെ. എന്നപോലെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇത് ലോകയാണ്. ലോക ഉണ്ട് ജി? നിർമ്മണ്ട. വേറെന്താ പറയാല്ലോ എനിക്ക്? എന്നെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു പാത്തു എവിടെ ചോദിച്ചു. പാത്തുവിൻ്റെ വ്ലോഗ് എന്താ കാണാത്തൊക്കെ ചോദിച്ചു ഇങ്ങോട്ട്. പറയാ എന്താ വർത്താനം? എന്നിട്ട് നല്ല വർത്താനം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് അങ്ങനെ എല്ലാ ട്രിപ്പിലും എല്ലാ വ്ലോഗിലും പറയാം, കാരണം ഒരു യാത്രയിലല്ലേ കാരണം. ഇപ്പം നമ്മളെ വീടാണിത്. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീടൊക്കെ സെറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. വീടിൻ്റെ കുറേ മറ്റേ എന്തെങ്കിലും പറയാ ഇൻസ്പിറേഷണൽ കഥ കുറേ പറയാനുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉറക്കം തീർന്നില്ല. 4-5 ദിവസമായി ഉറങ്ങിയിട്ട്. കണ്ടിന്യൂസ് ഉറക്കം കുറവുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ഡാർക്ക് സർക്കിൾ, ഉറക്കമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ട്രിപ്പ് ട്രെയിനിലായിരിക്കും. അങ്ങനെ 2 ദിവസം ഉറങ്ങും. പിന്നെ വീണ്ടും പണിയാണ്. ആൾക്കാരെയും കൊണ്ട് തന്നെ പോണത്. ഇവിടുന്ന് 20 ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയാനുള്ളത് വോയേജർ ഗ്രാമിൻ്റെ ട്രിപ്പിൽ നിങ്ങൾ പോരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തിരിക്കണ്ട, പെട്ടെന്ന് ബുക്ക് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാർ ഗൾഫിലോ അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യമാർ സ്കൂൾ, അത് ഇപ്പോൾ ഭർത്താക്കന്മാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സ്കൂൾ കുട്ടികൾ, അത് നിങ്ങളെ ജോബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ലേഡീസാണ് കാണുന്നെങ്കിൽ ഇതുണ്ടാവുമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം, ഡേറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും. കാരണം സ്കൂൾ കുട്ടികൾ അത് പിന്നെ നിങ്ങൾ ലീവിനൊക്കെ അനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രവാസികളെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ്
എന്താ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുക ഖത്തർ നഗരം അല്ലെങ്കിൽ ദുബായ് നഗരം സൗദി നഗരം അല്ലെങ്കിൽ നാട്ടിൽ നഗരം. അപ്പോൾ പല ഇപ്പം നമ്മളെ നേരിട്ട് അറിയുന്നതല്ലാത്ത ആളുകൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എത്രയും വേണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്യുക. നമ്മൾ ഗ്രൂപ്പ് ഡേറ്റിൻ്റെ കൂടെ ഗ്രൂപ്പിൽ നിങ്ങൾ പോരുകയാണെങ്കിൽ നല്ല രസകരം. ഗ്രൂപ്പിൽ പോകുന്ന ആളുകൾ ഇപ്പം നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടാവും. ഓരോടൊക്കെ നമുക്ക് ആ ഒരു വൈബിൽ പോകാൻ കാരണം വെച്ചാൽ പല രീതിയിൽ വരുന്ന ആളുകളാണ്. എല്ലാവരും നല്ല രസമായിട്ട് അങ്ങനെ അറിയണം. ഗ്രൂപ്പ് ആകുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആകെ 14 ദിവസത്തിന് 30,000 റുപ്യ വരുള്ളൂ. അതിൽ ആഗ്ര ആയാലും ഡൽഹി ആയാലും കാശ്മീർ ആയാലും പഞ്ചാബ് ആയാലും ഒക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ പോകുന്ന ട്രിപ്പുകളിൽ ആഗ്ര ഡൽഹി കാശ്മീരുള്ളത് നല്ലൊരു വൈബായിരുന്നു. കുട്ടികളാണെങ്കിലും ഒക്കെ രസമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ട്രിപ്പ് എങ്ങനെയാണ് കാശ്മീർക്ക് പോയത്? ചെറിയ ടൈപ്പ് ഞാൻ പോയിരുന്നു. എങ്ങനെയുണ്ടത്? നല്ല രസമുണ്ടായിരുന്നു. ഉണ്ടോ? ഇവിടുത്തെ കണ്ണാടി ഓക്കെ. അപ്പോൾ നമ്മൾ കാടൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, വലിയ പരിപാടിയാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോരാൻ ആഗ്രഹിക്കുന്ന ഇത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക, എന്നിട്ട് ഇതാക്കുക കേട്ടോ. കാരണം ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുറേ പൈസ ഉണ്ടാക്കിയിട്ടത്തെ കാര്യം എപ്പോഴേക്കും ഒരു യാത്രയൊക്കെ പോകണ്ടേ. നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ കുറേ അത് ഇത് തരുന്നുണ്ട്. കുറേ ഒരു മെഷീൻ പോലെ ഇങ്ങനെ ജീവിക്കലറെ ബെറ്റർ, കുറച്ചൊക്കെ ഇതാക്കിയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മൾ കോൺടാക്ട് ചെയ്യുക. വോയിസ് റെക്കോർഡിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. കമന്റും ചെയ്യണം.